നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ മലയാമ്പടിയിലുണ്ടായ വാഹനാപകടം. നാടകസംഘം സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചു. 9 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഗൂഗിൾ മാപ്പാണ് അവരെ ചതിച്ചത്. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് ആ ബസ്സിൻ്റെ യാത്രയെന്ന് നാട്ടുകാർ പറയുന്നു. മാപ്പിൽ കാണിച്ച എളുപ്പവഴിയിലൂടെയാണ് ബസ് പോയത്. വലിയ ബസ്സുകൾക്ക് പോകാൻ സാധിക്കാത്ത ഇടുങ്ങിയ വഴിയാണ് മലയാമ്പടിയിലേത്. കുത്തനെയുള്ള ഇറക്കവും വളവുകളുമുണ്ട് ആ റോഡിൽ. ഗൂഗിൾ മാപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്തതാണ് ബസ് അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. അപകടത്തിൽ 2 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി എന്ന 32കാരി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസ്സി മോഹൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും നാടക സംഘത്തിലെ പ്രധാന നടിമാരാണ്. കായംകുളം സ്വദേശികളായ ഉണ്ണി, ഉമേഷ്, സുരേഷ്, ഷിബു, എറണാകുളം സ്വദേശികളായ വിജയകുമാർ, ബിന്ദു, കല്ലുവാതക്കൽ സ്വദേശി ചെല്ലപ്പൻ, കൊല്ലം സ്വദേശി ശ്യാം, അതിരങ്കൽ സ്വദേശി സുഭാഷ് എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത്. കായംകുളം സ്വദേശി ഉമേഷിന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. രാത്രി നാടകം കഴിഞ്ഞ് കടന്നപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വഴിയാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. മലയാമ്പടി എസ് വളവിൽ വെച്ചാണ് മിനി ബസ് മറിഞ്ഞത്. 14 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 9 പേരെയാണ് പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദേവ കമ്മ്യൂണിക്കേഷൻ കായംകുളം എന്ന നാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. നെടുമ്പൂൾ ചുരം ബ്ലോക്കായതുകൊണ്ട് മറ്റു വഴി ഗൂഗിൾ മാപ്പ് ഡ്രൈവർക്ക് കാട്ടിക്കൊടുക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് ആദ്യം ഓടിയെത്തിയ ആംബുലൻസ് ഡ്രൈവർ ശ്രീനിവാസൻ പറയുന്നത് ഇങ്ങനെ: ഞാൻ അവിടെ എത്തുമ്പോൾ നാട്ടുകാരെല്ലാം തടിച്ചുകൂടിയിരുന്നു. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. കേളകത്ത് നിന്ന് പൂവത്തുംചോല വഴിയുള്ള ഇടുങ്ങിയ വഴി. ഒരു കാരണവശാലും ആ റൂട്ടിലൂടെ ബസ് ഓടിക്കാൻ കഴിയില്ല. ജീപ്പിനും ചെറിയ വാഹനങ്ങൾക്കും മാത്രമാണ് അതുവഴി കടന്നു പോകാൻ കഴിയുന്നത്. 29-ാം മൈലിൽ എത്തിച്ചേരുന്ന ഇടുങ്ങിയ റോഡ് 21-ാമത്തെ ഹെയർപിൻ വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. എസ് വളവെന്നാണ് ഇതറിയപ്പെടുന്നത്. ബസ് മുന്നോട്ടേക്ക് നീങ്ങാതെ പിന്നോട്ടേക്ക് ഉരുണ്ട് കൊക്കയിലേക്ക് തലകുത്തിനെ മറിയുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബസ് ആഴത്തിലേക്ക് പതിച്ചു. മുൻവശത്തിരുന്ന് 2 പേരാണ് മരിച്ചത്. കടന്നപ്പള്ളിയിൽ നാടകം അവതരിപ്പിച്ചതിന് ശേഷം സുൽത്താൻ ബത്തേരിയിലേക്ക് പോകും വഴിയാണ് അപകടം. ഗൂഗിൾ മാപ്പ് ചതിച്ചതോടെ വഴിതെറ്റിയാണ് ഈ വഴിയിലൂടെ നാടകസംഘം സഞ്ചരിച്ചത്. ഒടുവിൽ ഒരു മരത്തിൽ തട്ടിയാണ് ബസ് നിന്നത്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപിടി കാര്യങ്ങളുണ്ട്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്ന് പരാതിപ്പെടാറുള്ളത്. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയുള്ള യാത്രകളിൽ അപകടങ്ങൾ ഏറിയതും മൺസൂൺ കാലങ്ങളിലാണ് സംഭവിക്കുന്നത്. എന്നാൽ സാധാരണ മഴ സീസണിലൊക്കെ ഇത്തരം അപകടങ്ങൾ പതിവാണ്. മുൻപ് നമ്മൾ സൈൻ ബോർഡുകളും മയിൽക്കുറ്റികളും ഒക്കെ നോക്കിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് ഫോണുകളുടെ വരവോടെ അതിന് മാറ്റം വന്നു. ഗൂഗിൾ മാപ്പ് തന്നെയാണ് മിക്കവരും തങ്ങളുടെ യാത്രകളിൽ ആശ്രയിക്കാറുള്ളത്. മിക്കവാറും ഷോർട്ട് റൂട്ടുകളൊക്കെ കാട്ടിത്തന്ന് ഗൂഗിൾ മാപ്പ് പലപ്പോഴും നമ്മെ സഹായിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഗൂഗിൾ മാപ്പ് ചതിക്കാറുമുണ്ട്. ഈ അടുത്ത കാലത്ത് എറണാകുളം വഴി ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. എൻ്റെ സുഹൃത്ത് അയച്ചു തന്ന ഒരു മാപ്പ് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മാപ്പിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിയുന്നത്. ബൈക്ക് റൂട്ടാണ് എൻ്റെ സുഹൃത്ത് അയച്ചു തന്നിരിക്കുന്നത്. ആ റോഡിലൂടെ കാർ കൊണ്ടുപോകാൻ ഒരു മാർഗവുമില്ല. പിന്നീട് ഏകദേശം 250 മീറ്ററോളം പുറകോട്ടേക്ക് കൊണ്ടുവന്നാണ് ഒടുവിൽ കാർ തിരിച്ച് ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഗൂഗിൾ മാപ്പിൽ യാത്രാരീതി സെലക്ട് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ പിണയും. 4 ചക്രവാഹനങ്ങൾ, ഇരുചക്രവാഹനങ്ങൾ, സൈക്കിൾ, കാൽനടയാത്ര എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഈ ഗൂഗിൾ മാപ്പ് കാട്ടിത്തരും. ഈ ഓപ്ഷനുകളിൽ ഏത് രീതിയാണ് നമുക്ക് വേണ്ടത് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ യാത്ര തുടങ്ങാവൂ എന്നർത്ഥം. ബൈക്ക് പോകുന്ന വഴി 4 വീലർ പോവില്ലല്ലോ. ഇത് തന്നെ മനസ്സിലാക്കുകയാണ് ആദ്യപടി. കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. വെള്ളപ്പൊക്കം, പേമാരി തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന അവസരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം വഴിതിരിച്ചു വിടാറുണ്ട്. ഇത് പക്ഷേ ഗൂഗിൾ മാപ്പ് അറിയില്ല. മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് അൽഗോരിതം എളുപ്പമെത്തുന്ന വഴിയായി നമ്മെ നയിക്കും. എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ എപ്പോഴും സുരക്ഷിതമായിക്കൊള്ളണമെന്നില്ല. തോടുകൾ കവിഞ്ഞൊഴുകിയതും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളിലൂടെയും വീതി കുറഞ്ഞതും സുഗമസഞ്ചാരം സാധ്യമല്ലാത്തതുമായ അപകടങ്ങൾ നിറഞ്ഞ റോഡുകളിലൂടെയും ഗൂഗിൾ മാപ്പ് നമ്മെ കൊണ്ടുപോകും. പലപ്പോഴും അത് നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊള്ളണമെന്നില്ല.
ഇത്തരം ചെറുവഴികളിൽ വെള്ളക്കെട്ടുകൾ സ്വാഭാവികമാണ്. വെള്ളക്കെട്ടുകളാണ് എന്ന് കരുതി ചിലരൊക്കെ വാഹനങ്ങൾ ഓടിച്ചിറക്കുന്നത് വലിയ തോടുകളിലേക്ക് വരെയാണ്. അപകട സാധ്യത കൂടിയ മഴക്കാലത്തും രാത്രികാലങ്ങളിലും തീർത്തും അപരിചിതവും വിജനവുമായ റോഡുകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. രാത്രികാലങ്ങളിൽ പലപ്പോഴും ഇത്തരം ഊടുവഴികളിൽ വെച്ച് GPS സിഗ്നലുകൾ നഷ്ടപ്പെടാനും ഇടയുണ്ട്. സഞ്ചാരികൾ കൂടുതൽ തിരിയുന്ന റിസോർട്ടുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമൊക്കെ ഗൂഗിൾ ലൊക്കേഷനിൽ മനഃപൂർവ്വമോ അല്ലാതെയോ ആയി തെറ്റായി രേഖപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്. ആളുകളെ വഴിതെറ്റിക്കുന്നതും അപകടത്തിൽപ്പെടുത്തുന്നതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെ. സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റൂട്ടുകളിൽ നേരത്തെ തന്നെ റൂട്ട് സേവ് ചെയ്തു വയ്ക്കണം. ഒരു സ്ഥലത്തേക്ക് പോകാൻ പല വഴികളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്കറിയാവുന്ന ഒരു സ്ഥലം ആർട്ട് സ്റ്റോപ്പായി നൽകിയാൽ വഴിതെറ്റുന്നത് പലപ്പോഴും ഒഴിവാക്കാൻ കഴിയും. വഴിതെറ്റിയാൽ പലപ്പോഴും ലക്ഷ്യസ്ഥാനത്തേക്ക് മറ്റൊരു വഴിയാകും ഗൂഗിൾ മാപ്പ് കാട്ടിത്തരിക. എന്നാൽ ഈ വഴി ചിലപ്പോൾ 4 വീലർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ പോകുന്ന വഴി ആയിക്കൊള്ളണമെന്നില്ല. ഗതാഗത തടസ്സം ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൂഗിൾ മാപ്പ് ആപ്പിലെ കോൺട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ വഴി ഇത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ എഡിറ്റ് മാപ്പ് ഓപ്ഷനിൽ ആഡ് ഓർ ഫിക്സ് റോഡ് എന്ന ഓപ്ഷൻ വഴി പ്രശ്നം റിപ്പോർട്ട് ചെയ്യുക. ഗൂഗിൾ മാപ്സ് ഇക്കാര്യം പരിഗണിക്കും. ഇത് പിന്നീട് ഇതുവഴി വരുന്ന യാത്രക്കാർക്ക് തുണയാവുകയും ചെയ്യും. തെറ്റായ സ്ഥലനാമങ്ങളും അടയാളപ്പെടുത്താത്ത മേഖലകളുമൊക്കെ ഈ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കാവുന്നതാണ്. എല്ലാം ഗൂഗിൾ നോക്കിക്കൊള്ളും എന്ന് വിചാരിക്കുന്നവരാണ് പുതുതലമുറ. അതുകൊണ്ട് തന്നെ തങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ അങ്ങ് ഗൂഗിളിനെ ഏൽപ്പിക്കും. അതാണ് മിക്കവാറും അപകടങ്ങൾക്ക് കാരണമാകുന്നതും. ചുരുക്കത്തിൽ ഗൂഗിൾ മാപ്പ് വഴി വാഹനമോടിക്കുന്നവർ ഏറ്റവും ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ തങ്ങൾ യാത്ര ചെയ്യേണ്ട റോഡുകളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. അത് ഈ യാത്ര സുഗമമാക്കുവാൻ മാത്രമല്ല, നിങ്ങളെ അപകടത്തിൽപ്പെടുത്താതിരിക്കാനും ഇടവരുത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.